വിനിഷാസ് ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ രേഖപ്പെടുത്തിയ കമന്റിൽ ഭൂരിഭാഗവും കണ്ട ചോദ്യം എന്ന് പറയുന്നത്, ടീച്ചർ ഈ ക്ലാസ്സിൽ എക്കണോമിക്സിന്റെ ക്ലാസ് മാത്രമേ കിട്ടുള്ളൂ, അല്ലെ വേറെ ടോപ്പിക്കുകൾ കിട്ടുമോ, അല്ലെ ടീച്ചർ വേറെ ഏതെങ്കിലും ടോപ്പിക് എടുക്കുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എടുക്കുന്നത്, ഞാൻ എക്കണോമിക്സ് മാത്രമല്ല ഈ ക്ലാസ്സിൽ വിനിഷാസ് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുക, വേറെയും ടോപ്പിക്കുകൾ നമ്മൾ ഇടും. എന്തുകൊണ്ട് എക്കണോമിക്സ് ആദ്യം ചെയ്തു, അല്ലെ തുടർച്ചയായി എക്കണോമിക്സ് ഇട്ടു എന്ന് ചോദിച്ചാൽ, ഈ അടുത്ത കാലത്ത് PSC ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഈ സിലബസിൽ വന്ന, അത് പ്രിലിംസിനായിക്കോട്ടെ മെയിൻസ് LDCക്ക് ആയിക്കോട്ടെ, LDCക്കല്ല ഏതിനായാലും എക്കണോമിക്സ് ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായി വരുന്നു. അതുകൊണ്ടാണ് എക്കണോമിക്സ് ആദ്യം ചെയ്തത്. എന്നാൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് കേരള രാഷ്ട്രീയ ചരിത്രമാണ്. തുടങ്ങാം നമുക്ക് കേരള രാഷ്ട്രീയ ചരിത്രം. ക്ലാസ്സിലേക്ക് കടക്കാം. കേരള രാഷ്ട്രീയ ചരിത്രം ആരംഭിക്കുന്നത്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരള രാഷ്ട്രീയ ചരിത്രം ആരംഭിച്ച വർഷം ഏതാണ്, എന്നാണ് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വന്നത്. നമുക്ക് അവിടെ നിന്ന് അങ്ങ് തുടങ്ങിയാൽ ഇന്ന് നമുക്ക് കേരളത്തിലെ മന്ത്രിസഭ അടിച്ചു പൊളിച്ചു പഠിക്കാം കേട്ടോ. നോക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ കേരള സംസ്ഥാന രൂപം, എന്നിട്ടല്ലേ കേരള രാഷ്ട്രീയത്തിലേക്ക് കടക്കേണ്ടത്. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം എഴുതണോ? അതെല്ലാവർക്കും അറിയാം. ഏത് വർഷമാണ്? 1956 ഏത് വർഷമാണ്? ഏത് ഡേറ്റ്? അതെല്ലാം ഒരു കൊച്ചുകുട്ടിക്ക് പറയാം. നവംബർ 1 കേരളം രൂപം കൊണ്ടത് അല്ലെ. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ജില്ലകളുടെ എണ്ണം എത്രയാണ്? പറ. എത്ര? 4, 5? അതെ, എത്രയാണ്? 5 ജില്ലകളോട് കൂടിയാണ് ഏത് സംസ്ഥാനം രൂപം കൊണ്ടത്? കേരള സംസ്ഥാനം. അങ്ങനെയെങ്കിൽ ആ 5 ജില്ലകൾ ഏതാണ്? കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ കേരളം രൂപം കൊണ്ടുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകൾ ഏത്? KKTM എന്ന് പഠിച്ചാൽ മതി. എന്താ ബസ്സിന്റെ പേരാണോ KKTM എന്ന് പറയുന്നത്? അല്ല. എന്താ? പറഞ്ഞോ. നിങ്ങളോട് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് പറയാം. ഏതാണ് KKTM? കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം. കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം. മലപ്പുറം. മനസ്സിൽ വെച്ചാൽ മതി. മലബാറാണ്. ഈ എമ്മിന് പണി കിട്ടും കേട്ടോ, അതുകൊണ്ട് നോക്കണം. ഏതാണ്? മലബാറാണ്. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ജില്ലകളുടെ എണ്ണം എത്രയാണ്? 5 ജില്ലകളാണ്. അത് ഏതൊക്കെയാണ്? KKTM ആണ്. KKTM പതിഞ്ഞല്ലോ അല്ലെ. അങ്ങനെയെങ്കിൽ നമ്മൾ കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ കേരളത്തിന്റെ മന്ത്രിസഭ ഉണ്ടായിരുന്നോ? ഇല്ല. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്ന വർഷം, കേരളത്തിലെ ആദ്യ മന്ത്രിസഭ അതാണ്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയാണ് ഏഷ്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. ആരുടെ നേതൃത്വത്തിൽ? EMSന്റെ നേതൃത്വത്തിൽ അല്ലെ. അങ്ങനെ അത് നിലവിൽ വന്ന വർഷം ഏതാണ്? 1957. വിത്തിൻ ഡേറ്റ് വേണേ കുട്ടികളെ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏപ്രിൽ 5 ഏത് നിലവിൽ വന്നത്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത്. അപ്പം കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്ന വർഷം 1957 ഏപ്രിൽ 5. ഇനി കേരളത്തിലെ ഒന്നാമത്തെ നിയമസഭയിലെ ആകെ അംഗങ്ങൾ. ചോദ്യം വ്യക്തമാണേ. എന്താ ഞാൻ ചോദിച്ചത്? ഒന്നാമത്തെ മന്ത്രിസഭയിലെ നിന്നാണോ? അല്ല, മറിച്ച് കേരളത്തിലെ ഒന്നാമത്തെ നിയമസഭയിലെ ആകെ അംഗങ്ങൾ. പറഞ്ഞോളൂ. 127. അപ്പൊ ചിലര് പറഞ്ഞു 126 മനസ്സിൽ വരൂലേ. എന്റെ ചോദ്യം എന്താ? ഒന്നാമത്തെ നിയമസഭയിലെ ആകെ അംഗങ്ങൾ എന്നല്ലേ. അതിന്റെ ഉത്തരം 127. ഏതാണ്? 127. ഒന്നാമത്തെ നിയമസഭയിലെ ആകെ അംഗങ്ങൾ എത്ര? 127. അപ്പൊ നിങ്ങളെ മനസ്സിൽ 26 വന്നല്ലേ. ചിലര് പറഞ്ഞു ടീച്ചർ തെറ്റിച്ചു, 126 ഉള്ളൂന്ന്. അപ്പോൾ എന്താണ് ഈ 126 ഓപ്ഷനിൽ കാണും? അതെന്താണ് 126 എന്ന് പറയുന്നത്? അതായത് ഒന്നാമത്തെ നിയമസഭയിലെ ആകെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ചോദ്യത്തിൽ വ്യത്യാസം ഉണ്ടോ കുട്ടികളെ? ഉണ്ടോ? ഒന്നാമത്തെ നിയമസഭയിലെ ആകെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് എത്ര എന്ന് പറയുന്നത്? 126. പതിഞ്ഞോ? ഇനി ഒരാള് അല്ലെ +1 ഉണ്ട്. ആരാണ്? അതിലെ 127 എന്നല്ലേ ഞാൻ പറഞ്ഞത്. അതായത് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതാണോ? അല്ലെ, നോമിനേറ്റഡ് ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ആ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ കൂട്ടിയാണ് ഈ നിയമസഭയിലെ ആകെ അംഗങ്ങൾ 127 എന്ന് പറഞ്ഞത്. അപ്പൊ 2 ചോദ്യം വ്യക്തമാണ് കേട്ടോ. ഒന്നാമത്തെ നിയമസഭയിലെ ആകെ അംഗങ്ങൾ 127, ഒന്നാമത്തെ നിയമസഭയിലെ ആകെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 126. അടിപൊളിയായോ? സെറ്റായോ? മനസ്സില് സെറ്റായില്ലേ? ഇനി അടുത്ത ചോദ്യം, ഒന്നാമത്തെ നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഒന്നാമത്തെ നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാ?
ഉമേഷ് റാവു ആണ്. ആരാണ്? ഉമേഷ് റാവു ആണ്. എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? മഞ്ചേശ്വരത്ത് നിന്നാണ്. എവിടെ നിന്നാണ്? മഞ്ചേശ്വരത്ത് നിന്ന്. ഇനി ഒന്നാമത്തെ നിയമസഭയിലെ ആകെ വനിതാ അംഗങ്ങൾ ആരാണ്? എത്ര വനിതാ അംഗങ്ങൾ എത്ര? ഒന്നാമത്തെ നിയമസഭയിലെ ആകെ വനിതാ അംഗങ്ങൾ എന്ന് പറയുന്നത് 6 എത്രയാണ്? 6. കിട്ടിയോ? 6. ഞാൻ മന്ത്രിസഭയിലെ അല്ല കേട്ടോ ചോദിച്ചത്, നിയമസഭയിലെ. ഒന്നാമത്തെ നിയമസഭയിലെ ആകെ വനിതാ അംഗങ്ങൾ എന്ന് പറയുന്നത് 6. കിട്ടിയില്ലേ? 6. സെറ്റായി. ഓക്കെ, അപ്പോൾ 6. ഇനി ഒന്നാമത്തെ മന്ത്രിസഭയിലെ ആകെ അംഗങ്ങൾ. ഒന്നാമത്തെ മന്ത്രിസഭയിലെ ആകെ അംഗങ്ങൾ എത്ര? ചോദ്യം മനസ്സിലായേ? ഒന്നാമത്തെ മന്ത്രിസഭയിലെ ആകെ അംഗങ്ങൾ 11. എത്രയാണ്? 11. ഒന്നാമത്തെ മന്ത്രിസഭയിലെ ആകെ അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ 11. കിട്ടിയോ കുട്ടികളെ? സെറ്റായേ? ചോദ്യത്തിൽ കൺഫ്യൂഷൻ വരരുതേ. ഈ ഭാഗം ഞാൻ പറഞ്ഞില്ലേ, ഒരു 80% ഈ ഭാഗത്ത് നിന്ന് PSCക്ക് ഇപ്രാവശ്യം ഏതെങ്കിലും ഒരു ജില്ലയിൽ ചോദ്യം ഉണ്ടായിരിക്കും, തീർച്ചയാണ്. 11 കിട്ടിയേ? 11. ഇനി EMS മുഖ്യമന്ത്രി അടക്കമാണ് 11 അംഗങ്ങൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി അടക്കമാണ് അത്ര 11 അംഗങ്ങൾ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ചോദിച്ച എല്ലാവർക്കും അറിയാം ആരാണത്? EMS ആണ്. ഇനി ഒന്നാമത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരിലേക്ക് കടക്കാം. അതും PSCക്ക് ഉറപ്പിക്കാവുന്ന ഒരു മാർക്ക്. ഒന്നാമത്തെ മന്ത്രിസഭയിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. ആരാ? പിന്നെ എല്ലാവർക്കും അറിയാം അല്ലെ? ആരാണത്? TV തോമസ് അല്ലെ? ആരൊക്കെയാണ്? TV തോമസ്. അദ്ദേഹത്തിന് ഇനിഷ്യലേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. എന്താണ്? TV തോമസും പിന്നെയോ ഗൗരി അമ്മയും. അതാണ് TV തോമസും ഗൗരി അമ്മയാണ് ഒന്നാമത്തെ മന്ത്രിസഭയിലെ ഭാര്യ ഭർത്താക്കന്മാര്. അവരുടെ വകുപ്പോ പറ. TV തോമസിന്റെ വകുപ്പ് ഏതായിരുന്നു? കിട്ടുന്നുണ്ട്. ഏതാണ്? എന്നാണ് ഒരു ചെറിയൊരു ടെക്നിക്ക്. ഇത് മൂപ്പര വീട്ടുപേരും ഒക്കെയാണ്, നമുക്ക് ഇനിഷ്യൽ ഇടുന്നത് അറിയാലോ. ഇത് അദ്ദേഹത്തിന്റെ വകുപ്പാണേ. ഇല്ല, നമുക്ക് എടുക്കാം. ട്രാൻസ്പോർട്ട്. എന്താണ്? ട്രാൻസ്പോർട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വകുപ്പ് ഏതാണ്? പഠിച്ചേ, മനസ്സ് പതിഞ്ഞ്. എന്താണ്? ട്രാൻസ്പോർട്ട്. അല്ലെ? TV തോമസ് അല്ലേ? എന്താണ്? വേലാന്ന് പഠിച്ചാ മതി. ഒരിക്കലും പരീക്ഷ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കണ്ട പരീക്ഷയ്ക്ക് ചോദിക്കും ഒന്നാമത്തെ മന്ത്രിസഭയിലെ വേലമന്ത്രി ആരെന്ന്. ഒരിക്കലും ചോദിക്കില്ല കേട്ടോ. എന്നാൽ ചോദ്യം വരും, ഒന്നാമത്തെ മന്ത്രിസഭയിലെ തൊഴിൽ വകുപ്പ് ആരുടെ കൈകളിൽ ഭദ്രമായിരുന്നു എന്ന്. ആരുടെ കൈകളിലാണ്? അത് TV തോമസിന്റെ വകുപ്പായിരുന്നു. പഠിച്ചേ, വകുപ്പ് പഠിക്കണേ. എന്തെങ്കിലും ഒരു ടെക്നിക്കൊക്കെ ഇട്ട് നമുക്ക് പരീക്ഷയ്ക്ക് കാണുമ്പോൾ ബബിൾ ചെയ്യാൻ പറ്റണം. അപ്പം TV തോമസിന്റെ വകുപ്പ് പഠിച്ചു. ഏതാണ്? ട്രാൻസ്പോർട്ടും വേലയും കിട്ടി. ഇനി ഭാര്യന്റെ വകുപ്പ് പഠിക്കണ്ടേ? അത് പറഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ എന്താ ഇനിഷ്യലി പറയൂ? KR ഗൗരിയമ്മ അല്ലെ? KR ഗൗരിയാണ്. വകുപ്പ് ഏതാ? ഗൗരിയമ്മേന്റെ വകുപ്പ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം വരൂ എന്ന് പറയാൻ കാരണം കേട്ടോ. KR ഗൗരിയമ്മ. എക്സൈസ് അല്ലേ? നമുക്ക് എക്സൈസ് എന്തായാലും ഇനിഷ്യൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓർക്കൊക്കെ കള്ള്. 6 റവന്യൂ. പഠിച്ചാ പോരെ? നമുക്ക് ഓർമ്മ വന്നാ പോരെ? 6 എന്താണ്? റവന്യൂ. അപ്പോൾ എക്സൈസും റവന്യൂവും ആരുടെ കൈകളിലായിരുന്നു? ഗൗരിയമ്മേന്റെ കൈകളിലായിരുന്നു. പഠിച്ചേ. അപ്പൊ സെറ്റ് ആയോ മനസ്സില്? TV തോമസും അതുപോലെ തന്നെ KR ഗൗരിയമ്മനെ വകുപ്പ് പഠിച്ചു. ഇനി ഒന്നാമത്തെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കണ്ണും പൂട്ടി അറിയാം. ആരാണത്? ജോസഫ് മുണ്ടശ്ശേരിയാണ് അല്ലെ? മുണ്ടശ്ശേരി. പക്ഷെ ചോദ്യം ചോദിച്ചത് വിദ്യാഭ്യാസ മന്ത്രി എന്നതിനേക്കാൾ ഉപരി ഒന്നാമത്തെ മന്ത്രിസഭയിലെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരെന്നാ. അങ്ങനെയുള്ള ഒന്നാമത്തെ മന്ത്രിസഭയിലെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തതും ആര് തന്നെയാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. കുട്ടികളെ ഇങ്ങനെ പഠിച്ചാൽ മതി. ടീച്ചിങ് എന്ന് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലെ? ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹകരിച്ചു പോകണം എന്നൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ എന്താണ്? വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ജോസഫ് മുണ്ടശ്ശേരിയാണ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ മന്ത്രിസഭയിലെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് C അച്യുത മേനോനാണ്. ആരാണ്? C അച്യുത മേനോൻ. അതൊക്കെ അതുപോലെ തന്നെ അങ്ങ് പഠിച്ചു വെക്കുക കേട്ടോ. ആരാണ്? C അച്യുത മേനോനാണ്. ഇനി ഒന്നാമത്തെ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ്. ഏത് വകുപ്പ്? പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തത് TA മജീദ് ആണ്. ആരാണ്? TA മജീദ്. ഒന്നാമത്തെ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് ആരുടെ കൈകളിൽ ഭദ്രമായിരുന്നു? TA മജീദിന്റെ കയ്യിൽ. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? അത് ഞാനൊരു ഓഫ്ലൈനിലൊക്കെ ആയിരുന്നെങ്കിൽ എന്തായാലും ഒരു ക്ലൂ ഒക്കെ കൊടുക്കണം. പക്ഷെ ഇതിങ്ങനെ ആവുമ്പോൾ അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചോളൂ കേട്ടാ. കുട്ടികൾ വിചാരിക്കും ടീച്ചർ എന്താ അത് പറയാത്തത്. ഒന്നാമത്തെ മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് PK ചാത്തൻ മാസ്റ്റർ കൈകളിലായിരുന്നു. ആരുടെ കൈകളിലാണ്? PK ചാത്തൻ മാസ്റ്റർ. ഇനി ഒന്നാമത്തെ മന്ത്രിസഭയിലെ ഒന്നാമത്തെ നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ ആൾക്ക് ഒന്നാമത്തെ മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പ് കൊടുത്തു.
കിട്ടിയ ആരാണ്? ആരോഗ്യം ആരുടെ കയ്യിലാണ്? AR മേനോൻ. കുട്ടികളെ അത് ഇനിഷ്യല് ഒരുപാട് PSC ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ്. അതിൽ എന്തുണ്ട്? ഇനിഷ്യല് ഒരുപാട് മേനോന്മാരെ ഇട്ട് തരും. ഇത് ഏത് മേനോനാണ്? AR മേനോൻ. ഇതിൽ തന്നെ ആരോഗ്യം ഉണ്ട് കേട്ടാ. ഇതിൽ തന്നെ ഉണ്ട് ആരോഗ്യം. ഏതാണ്? ആരോഗ്യം ആരുടെ കൈകളിലാണ്? ഡോക്ടറാണ് കൈകാര്യം ചെയ്തത്. അത് ഡോക്ടർ AR മേനോനാണ്. ഒന്നാമത്തെ മന്ത്രിസഭയിലെ നിയമവും വൈദ്യുതിയും കൈകാര്യം ചെയ്തത് ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ്. ആരാണ്? ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. ഇനി ഒന്നാമത്തെ മന്ത്രിസഭയിലെ ഭക്ഷ്യം വനം വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാ? ഭക്ഷ്യം വനം ആരാണ്? KC ജോർജ് ആണ്. അത് ആരാണ്? KC. ഇതിൽ നിന്നൊക്കെ ഇനിഷ്യൽ നിന്ന് നമുക്ക് വകുപ്പ് കണ്ടുപിടിക്കാം കേട്ടോ. അതായത് KC ജോർജ് ആണ്. ആരെ? കാട്ടിൽ പോവും അല്ലെ? KC ജോർജ് ആണ്. ആരാണ്? KC ജോർജ് ആണ്. അപ്പൊ നമ്മളെല്ലാം പറഞ്ഞോ? ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ഒന്നാമത്തെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS എന്ന് പറഞ്ഞു. ഒന്നാമത്തെ മന്ത്രിസഭയിലെ ഭാര്യയും ഭർത്താവും ഉണ്ടെന്ന് പറഞ്ഞു. അതാരാണ്? TV തോമസും KR ഗൗരിയമ്മയുമാണെന്ന് പറഞ്ഞു. അവരുടെ വകുപ്പ് നമുക്ക് ഇനി ഒരിക്കലും മറക്കാത്ത രീതിയിൽ പഠിച്ചു അല്ലെ? ട്രാൻസ്പോർട്ടും തൊഴിലും കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞു. ഒന്നാമത്തെ മന്ത്രിസഭയിൽ ഗൗരിയമ്മേന്റെ വകുപ്പ് പറഞ്ഞു എക്സൈസും റവന്യൂമാണെന്ന് പറഞ്ഞു. 3 ആളായി. ഒന്നാമത്തെ മന്ത്രിസഭയിൽ ഒരു വ്യവസായി ഉണ്ടായിരുന്നു. ആരാണ്? വ്യവസായ വകുപ്പാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ആരാണ്? KP ഗോപാലനാണ്. KP ഗോപാലനാണ്. ഇനിഷ്യലിലാണ് നമുക്ക് തരിക. KP ഗോപാലനാണ്. കാരണം നമുക്ക് AKGനെ കാണുമ്പോൾ നമ്മൾ സ്വന്തം ആളായതുകൊണ്ട് അങ്ങനെ ടെൻഡൻസി വരും അതിലേക്ക് അങ്ങ് പോകാൻ. അങ്ങനെ വരരുത്. ആരാണ്? AKG അല്ല, KP ഗോപാലനാണ്. ആരാണ്? KP ഗോപാലനാണ്. ഒന്നാമത്തെ മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തത് KP ഗോപാലനാണ്. ഒന്നാമത്തെ മന്ത്രിസഭയിൽ ധനകാര്യം കൈകാര്യം ചെയ്ത് C അച്യുതമേനോൻ. കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ഒന്നാമത്തെ മന്ത്രിസഭയിലെ ഭക്ഷ്യം വനം വകുപ്പ് KC ജോർജ് ആണ്. ഒന്നാമത്തെ മന്ത്രിസഭയിലെ നിയമവും അതുപോലെ വൈദ്യുതിയും ആരാണ്? ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണെന്ന് പറഞ്ഞു. ഇനി ഒന്നാമത്തെ മന്ത്രിസഭയാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ മന്ത്രിസഭയിൽ ഞാൻ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിട്ടില്ല? ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിന്റെ പേര് ഞാൻ പറഞ്ഞത് അത് ഞാൻ വിട്ടുപോയി അല്ലെ? അതാരാണ്? വില്യം. അത് ഓർമ്മ വേണേ കുട്ടികളെ. അതായത് 27 അതൊരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി എന്നൊക്കെ കൂടി പറഞ്ഞില്ലേ നമ്മൾ? അത് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ആണ്. കിട്ടിയല്ലോ? വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ചേട്ടനാണ് ഒന്നാമത്തെ മന്ത്രിസഭയിലെ ആ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. ഇതുപോലെ ആയിരിക്കും ഇതിലെ മുന്നോട്ടുള്ള കേരള പൊളിറ്റിക്സിന്റെ എല്ലാ രാഷ്ട്രീയത്തിന്റെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഈ ക്ലാസ് നിങ്ങളെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും, പതിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എല്ലാ സ്വീകാര്യമായ കമൻറ്റുകൾ നമ്മൾ അതിനനുസരിച്ച് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ബാക്കിയുമായി വീണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. അതിന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം വേണ്ടേ? ഏത്? ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയാലോ? ഓക്കെ, ഇതാണ് ചോദ്യം തരുകയാണേ. കേരള നിയമസഭയിലേക്കുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. കേരള നിയമസഭയിലേക്കുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. വിതിൻ 2005 വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ചോദ്യമാണ്. കിട്ടിയല്ലോ? ഒന്നാമത്തെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം. ഇനി കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ മന്ത്രിസഭ എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? LDCയുടെ ചോദ്യമാണ്. 2007 കോഴിക്കോടിന്റെ ചോദ്യം എന്നാണ് ഞാൻ ഇതിലെഴുതി വെച്ചത്. അത് ഒരുപാട് തവണ ചോദിച്ച ചോദ്യം കൂടിയാണ്. കേരള സംസ്ഥാനത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭ എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്, അധികാരമേറ്റത്? ഓക്കെ, അടുത്ത ചോദ്യം. കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം എത്ര? കിട്ടിയില്ലേ? അതിനൊന്നും ഓപ്ഷൻ തരില്ല ഞാൻ, കാരണം അതൊക്കെ നമ്മൾ വളരെ വ്യക്തമായി ക്ലാസ്സിൽ പറഞ്ഞതാ. ഒന്നാമത്തെ കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം. LDC തിരുവനന്തപുരം 2011. കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാര്? കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാര്? ഒന്നാമത്തെ മന്ത്രിസഭയിലെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തതാര്? ഒന്നാമത്തെ മന്ത്രിസഭയിലെ സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തതാര്? അടുത്ത ചോദ്യം. ഒന്നാമത്തെ നിയമസഭയിലെ ആകെ അംഗങ്ങൾ. വ്യക്തമല്ലേ? മനസ്സിൽ പതിഞ്ഞല്ലേ? ഒന്നാമത്തെ നിയമസഭയിലെ ആകെ അംഗങ്ങൾ എത്രയെന്ന് കിട്ടിയില്ലേ? അടുത്തത്, ഒന്നാമത്തെ നിയമസഭയിലെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. എതിരില്ലാതെ നിയമസഭാ അംഗമായത്, അതും പതിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് തീർച്ചയായും ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ബാക്കിയുമായി വീണ്ടും ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പം മറക്കരുത്, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിയുമായി വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.